ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാരെയും സോഷ്യൽ ടിപ്സിലേക്ക് സ്വാഗതം. ജൂൺ 5 ബഷീർ ദിനം. ബഷീർ ദിനത്തോടനുബന്ധിച്ച് നടത്തപ്പെടുന്ന ക്വിസ് മത്സരത്തിൽ ഉറപ്പായും പഠിച്ചിരിക്കേണ്ട ചോദ്യങ്ങളാണ് ഇന്ന് നാം ചർച്ച ചെയ്യപ്പെടുന്നത്. ഓക്കെ, നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം, വൈക്കം മുഹമ്മദ് ബഷീർ ജനിച്ച വർഷം. ആൻസർ 1908. 1908 ജൂൺ 21 വൈക്കം മുഹമ്മദ് ബഷീർ ജനിച്ചത്. രണ്ടാമത്തെ ചോദ്യം, ബഷീറിൻ്റെ ജന്മസ്ഥലമായ വൈക്കം തലയോലപ്പറമ്പ് ഏത് ജില്ലയിലാണ്? ഉത്തരം കോട്ടയം. കോട്ടയം ജില്ലയിലാണ് വൈക്കം തലയോലപ്പറമ്പ് സ്ഥിതി ചെയ്യുന്നത്. മൂന്നാമത്തെ ചോദ്യം, ബഷീറിൻ്റെ മാതാപിതാക്കൾ ആരെല്ലാം? ബഷീറിൻ്റെ മാതാപിതാക്കൾ ആരെല്ലാം? ഉത്തരം പിതാവ് കായി അബ്ദുറഹ്മാൻ സാഹിബ്, മാതാവ് കുഞ്ഞാത്തുമ്മ. ഇവരായിരുന്നു ബഷീറിൻ്റെ മാതാപിതാക്കൾ. നാലാമത്തെ ചോദ്യം, വൈക്കം മുഹമ്മദ് ബഷീർ പ്രസിദ്ധനായത് ഏത് പേരിലാണ്? വൈക്കം മുഹമ്മദ് ബഷീർ പ്രസിദ്ധനായത് ഏത് പേരിലാണ്? ഉത്തരം ബേപ്പൂർ സുൽത്താൻ. ബേപ്പൂർ സുൽത്താൻ എന്ന പേരിലാണ് വൈക്കം മുഹമ്മദ് ബഷീർ പ്രസിദ്ധനായത്. അടുത്തത്, വൈക്കം മുഹമ്മദ് ബഷീർ അന്തരിച്ചത് ഏത് വർഷം? ഉത്തരം 1994. 1994 ജൂലൈ 5 വൈക്കം മുഹമ്മദ് ബഷീർ അന്തരിച്ചത്. അടുത്തത്, എട്ടുകാലി മമ്മൂഞ്ഞ് എന്ന കഥാപാത്രം ബഷീറിൻ്റെ ഏത് നോവലിലേതാണ്? എട്ടുകാലി മമ്മൂഞ്ഞ് എന്ന കഥാപാത്രം ബഷീറിൻ്റെ ഏത് നോവലിലേതാണ്? ഉത്തരം ആനവാരിയും പൊൻകുരിശും. നെക്സ്റ്റ്, ബഷീറിന് വള്ളത്തോൾ അവാർഡ് ലഭിച്ച വർഷം. ബഷീറിന് വള്ളത്തോൾ അവാർഡ് ലഭിച്ച വർഷം. ഉത്തരം 1993. 1993 ബഷീറിന് വള്ളത്തോൾ അവാർഡ് ലഭിച്ചത്. അടുത്തത് എട്ടാമത്തെ ചോദ്യം, വൈക്കം മുഹമ്മദ് ബഷീർ ചോദ്യങ്ങളും ഉത്തരങ്ങളുമായി രചിച്ച കൃതി ഏത്? ആൻസർ നേരും നുണയും. നേരും നുണയും എന്ന കൃതിയാകുന്നു വൈക്കം മുഹമ്മദ് ബഷീർ ചോദ്യങ്ങളും ഉത്തരങ്ങളുമായി രചിച്ചത്. അടുത്തത്, നീലവെളിച്ചം എന്ന ബഷീർ കൃതി സിനിമയാക്കിയത് ഏത് പേരിലാണ്? നീലവെളിച്ചം എന്ന ബഷീർ കൃതി സിനിമയാക്കിയത് ഏത് പേരിലാണ്? ഉത്തരം ഭാർഗവി നിലയം. ഭാർഗവി നിലയം എന്ന പേരിലാണ് സിനിമയാക്കിയത്. അടുത്തത് പത്താമത്തെ ചോദ്യം, സാഹിത്യ ലോകത്ത് ഏറെ വിമർശനങ്ങൾ ഉണ്ടാക്കിയ ബഷീർ കൃതി ഏത്? ഉത്തരം ശബ്ദങ്ങൾ. ശബ്ദങ്ങൾ എന്ന കൃതിയാണ് സാഹിത്യ ലോകത്ത് ഏറെ വിമർശനങ്ങൾ ഉണ്ടാക്കിയ ബഷീർ കൃതി. നെക്സ്റ്റ്, ബഷീറിൻ്റെ ജീവചരിത്ര കൃതിയുടെ പേര്. ബഷീറിൻ്റെ ജീവചരിത്ര കൃതിയുടെ പേര് എന്താകുന്നു? ഉത്തരം ബഷീറിൻ്റെ ഐരാവതങ്ങൾ. ബഷീറിൻ്റെ ഐരാവതങ്ങൾ എന്നാകുന്നു ബഷീറിൻ്റെ ജീവചരിത്ര കൃതിയുടെ പേര്. നെക്സ്റ്റ്, മതിലുകൾ എന്ന സിനിമയിൽ ബഷീറായി അഭിനയിച്ചത് ആര്? മതിലുകൾ എന്ന സിനിമയിൽ ബഷീറായി അഭിനയിച്ചത് ആര്? ഉത്തരം മമ്മൂട്ടി. മമ്മൂട്ടിയാകുന്നു മതിലുകൾ എന്ന സിനിമയിൽ ബഷീറായി അഭിനയിച്ചത്. നെക്സ്റ്റ്, ബഷീറിൻ്റെ
എടിയെ എന്ന ആത്മകഥ എഴുതിയത് ആര്? ബഷീറിൻ്റെ എടിയെ എന്ന ആത്മകഥ എഴുതിയത് ആരാണ്? ഉത്തരം ഫാബി ബഷീർ. ഫാബി ബഷീർ ആകുന്നു ബഷീറിൻ്റെ എടിയെ എന്ന ആത്മകഥ എഴുതിയത്. ഓക്കെ, അടുത്തത് ബഷീറിന് ലഭിച്ച ഏറ്റവും വലിയ പുരസ്കാരം ഏത്? ബഷീറിന് ലഭിച്ച ഏറ്റവും വലിയ പുരസ്കാരം ഏത്? ആൻസർ പത്മശ്രീ അവാർഡ്. പത്മശ്രീ അവാർഡായിരുന്നു ബഷീറിന് ലഭിച്ച ഏറ്റവും വലിയ പുരസ്കാരം. നെക്സ്റ്റ്, ബഷീർ രചിച്ച ഏക ബാലസാഹിത്യ കൃതി ഏത്? ബഷീർ രചിച്ച ഏക ബാലസാഹിത്യ കൃതി ഏത്? ആൻസർ സർപ്പയജ്ഞം. സർപ്പയജ്ഞമാകുന്നു ബഷീർ രചിച്ച ഏക ബാലസാഹിത്യ കൃതി. അടുത്തത്, ബഷീറിൻ്റെ ഏത് കൃതിക്കാണ് പെണ്ണുങ്ങളുടെ ബുദ്ധി എന്നുകൂടി പേരുള്ളത്? ഉത്തരം പാത്തുമ്മയുടെ ആട്. പാത്തുമ്മയുടെ ആട് എന്ന കൃതിക്കാണ് പെണ്ണുങ്ങളുടെ ബുദ്ധി എന്നുകൂടി പേരുള്ളത്. അടുത്ത ചോദ്യം, ബഷീർ രചിച്ച ഏക നാടകം ഏത്? ബഷീർ രചിച്ച ഏക നാടകം ഏത്? ഉത്തരം കഥാബീജം. കഥാബീജം ആകുന്നു ബഷീർ രചിച്ച ഏക നാടകം. നെക്സ്റ്റ്, ആത്മകഥാപരമായ ബഷീർ കൃതി ഏത്? ആത്മകഥാപരമായ ബഷീർ കൃതി ഏത്? ഉത്തരം ഓർമ്മയുടെ അറകൾ. ഓർമ്മയുടെ അറകൾ ആകുന്നു ആത്മകഥാപരമായ ബഷീർ കൃതി. നെക്സ്റ്റ്, വെളിച്ചത്തിനെന്തു വെളിച്ചം എന്ന വാക്യം ഏത് കൃതിയിൽ നിന്ന്? വെളിച്ചത്തിനെന്തു വെളിച്ചം എന്ന വാക്യം ഏത് കൃതിയിൽ നിന്ന് എടുത്തതാകുന്നു? ഉത്തരം എൻ്റെ പപ്പർക്ക് ആനുണ്ടാർന്ന് എന്ന കൃതിയിൽ നിന്ന് എടുത്തതാണ്. 20ാമത്തെ ചോദ്യം, തൻ്റെ കുടുംബ വീട്ടിൽ കഴിയവേ ബഷീർ എഴുതിയ ആത്മകഥ ഏത്? തൻ്റെ കുടുംബ വീട്ടിൽ കഴിയവേ ബഷീർ എഴുതിയ ആത്മകഥ ഏത്? ഉത്തരം പാത്തുമ്മയുടെ ആട്. ഓക്കെ, അടുത്ത ചോദ്യം, ബഷീറിൻ്റെ ഭാര്യ ഫാബിയുടെ യഥാർത്ഥ പേരെന്ത്? ബഷീറിൻ്റെ ഭാര്യ ഫാബിയുടെ യഥാർത്ഥ പേരെന്ത്? ആൻസർ ഫാത്തിമ ബീവി. ഫാത്തിമ ബീവി എന്നായിരുന്നു ബഷീറിൻ്റെ ഭാര്യ ഫാബിയുടെ യഥാർത്ഥ പേര്. അടുത്തത്, ബഷീറിൻ്റെ തിരക്കഥയായ ഭാർഗവി നിലയം ചലച്ചിത്ര സംവിധാനം ചെയ്തത് ആര്? ഉത്തരം എ വിൽസന്റ്. എ വിൽസന്റ് ആകുന്നു ബഷീറിൻ്റെ തിരക്കഥയായ ഭാർഗവി നിലയം സംവിധാനം ചെയ്തത്. ഓക്കെ, അടുത്ത ചോദ്യം, ബഷീർ പ്രസിദ്ധീകരിച്ച വാരിക ഏതാണ്? ബഷീർ പ്രസിദ്ധീകരിച്ച വാരിക ഏത്? ഉത്തരം ഉജ്ജീവനം. ഉജ്ജീവനമാണ് ബഷീർ പ്രസിദ്ധീകരിച്ച വാരിക. നെക്സ്റ്റ്, ബഷീറിൻ്റെ ജീവചരിത്രമായ ബഷീറിൻ്റെ ഐരാവതങ്ങൾ രചിച്ചത് ആര്? ബഷീറിൻ്റെ ജീവചരിത്രമായ ബഷീറിൻ്റെ ഐരാവതങ്ങൾ രചിച്ചത് ആര്? ആൻസർ ഇ.എം. അഷ്റഫ്. ഇ.എം. അഷ്റഫാണ് ബഷീറിൻ്റെ ഐരാവതങ്ങൾ രചിച്ചത്. അടുത്തത്, വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ആദ്യത്തെ കൃതി ഏത്? വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ആദ്യത്തെ കൃതി ഏത്? ആൻസർ പ്രേമലേഖനം. പ്രേമലേഖനമാണ് വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ആദ്യത്തെ കൃതി.
1942 ഇത് പ്രസിദ്ധീകരിച്ചത്. അടുത്തത് ബഷീർ എഴുതിയ തിരക്കഥകൾ ഏതൊക്കെയാണ്? ബഷീർ എഴുതിയ തിരക്കഥകൾ ഏതൊക്കെയാണ്? ഉത്തരം ഭാർഗവീ നിലയം, ബാല്യകാലസഖി. ഭാർഗവീ നിലയം 1964 ബാല്യകാലസഖി 1967 പ്രസിദ്ധീകരിച്ചു. അടുത്ത ചോദ്യം നോക്കാം. ബഷീർ ചെയ്ത ഒരു പ്രഭാഷണം പിന്നീട് ഗ്രന്ഥമായി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഏതാണ് ആ ഗ്രന്ഥം? ഉത്തരം ചെവിയോർക്കുക അന്തിമകാഹളം. ചെവിയോർക്കുക അന്തിമകാഹളം ആകുന്നു പിന്നീട് ഗ്രന്ഥമായി പ്രസിദ്ധീകരിച്ചത്. അടുത്തത് ബഷീറിൻ്റെ പ്രസിദ്ധീകരിച്ച ആദ്യ കഥ ഏതാണ്? ബഷീറിൻ്റെ പ്രസിദ്ധീകരിച്ച ആദ്യ കഥ ഏത്? ഉത്തരം തങ്കം. തങ്കമാകുന്നു ബഷീറിൻ്റെ പ്രസിദ്ധീകരിച്ച ആദ്യ കഥ. നെക്സ്റ്റ്, ബഷീറിൻ്റെ ബാല്യകാലസഖി, പാത്തുമ്മയുടെ ആട് എന്നീ നോവലുകൾ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തത് ആര്? ഉത്തരം റൊണാൾഡ് ഇ ആഷർ. റൊണാൾഡ് ഇ ആഷർ ആകുന്നു ബഷീറിൻ്റെ ബാല്യകാലസഖി, പാത്തുമ്മയുടെ ആട് എന്നീ നോവലുകൾ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തത്. അടുത്തത് 30ാമത്തെ ചോദ്യം. ബഷീറും കാരൂർ നീലകണ്ഠപിള്ളയും ഒരേ പേരിൽ കഥകൾ എഴുതിയിട്ടുണ്ട്. ഏതാണത്? ഉത്തരം പൂവമ്പഴം. പൂവമ്പഴമാകുന്നു ബഷീറും കാരൂർ നീലകണ്ഠപിള്ളയും ഒരേ പേരിൽ എഴുതിയ കഥകൾ. അടുത്തത് ബഷീറിൻ്റെ ആകാശങ്ങൾ എന്ന ഗ്രന്ഥം രചിച്ചത് ആര്? ബഷീറിൻ്റെ ആകാശങ്ങൾ എന്ന ഗ്രന്ഥം രചിച്ചത് ആര്? ഉത്തരം പെരുമ്പടവം ശ്രീധരൻ. പെരുമ്പടവം ശ്രീധരനാകുന്നു ബഷീറിൻ്റെ ആകാശങ്ങൾ എന്ന ഗ്രന്ഥം രചിച്ചത്. നെക്സ്റ്റ്, ബഷീറിൻ്റെ സൂഫിസ്റ്റിക് കാഴ്ചപ്പാടുകളുടെ അന്തർധാര എന്ന് വിശേഷിപ്പിക്കുന്ന ചെറുകഥ ഏത്? ഉത്തരം അനർഘനിമിഷം. അനർഘനിമിഷം എന്ന ചെറുകഥയാണ് ബഷീറിൻ്റെ സൂഫിസ്റ്റിക് കാഴ്ചപ്പാടുകളുടെ അന്തർധാര എന്ന് വിശേഷിപ്പിക്കുന്നത്. നെക്സ്റ്റ്, മരിക്കുന്നതിനു മുമ്പ് മാവിന് വെള്ളമൊഴിച്ച മനുഷ്യൻ്റെ കഥ പറയുന്ന ബഷീർ കഥ ഏത്? ഉത്തരം തേന്മാവ്. തേന്മാവാകുന്നു മരിക്കുന്നതിന് മുമ്പ് മാവിന് വെള്ളമൊഴിച്ച മനുഷ്യൻ്റെ കഥ പറയുന്ന ബഷീർ കഥ. അടുത്ത ചോദ്യം. ബാല്യകാലസഖി എന്ന സിനിമയിൽ മജീദായി അഭിനയിച്ചത് ആരാണ്? ഉത്തരം പ്രേം നസീർ. പ്രേം നസീർ ആകുന്നു ബാല്യകാലസഖി എന്ന സിനിമയിൽ മജീദായി അഭിനയിച്ചത്. നെക്സ്റ്റ്, അനുഗ്രഹീതനായ ബഷീർ ഇത് ആരുടെ രചനയാണ്? ഉത്തരം തരകൻ KM. തരകൻ KMൻ്റെ രചനയാകുന്നു അനുഗ്രഹീതനായ ബഷീർ എന്നത്. അടുത്തത്, തൻ്റെ സഹപ്രവർത്തകനെക്കുറിച്ച് ബഷീർ രചിച്ച ഗ്രന്ഥം ഏത്? ഉത്തരം MP പോൾ. MP പോൾ ആയിരുന്നു ആ സഹപ്രവർത്തകൻ. നെക്സ്റ്റ്, ബഷീർ കൃതിയായ ബാല്യകാലസഖി പഠന വിഷയമാക്കിയത് ആരാണ്? ഉത്തരം കുട്ടിക്കൃഷ്ണ മാരാർ. കുട്ടിക്കൃഷ്ണ മാരാറാകുന്നു ബഷീർ കൃതിയായ ബാല്യകാലസഖി പഠന വിഷയമാക്കിയത്. അടുത്തത്, ആകാശമിഠായി കഥാപാത്രമാകുന്ന ബഷീറിൻ്റെ നോവൽ. ഉത്തരം പ്രേമലേഖനം. പ്രേമലേഖനമാകുന്നു ആകാശമിഠായി കഥാപാത്രമാകുന്ന ബഷീറിൻ്റെ നോവൽ. അടുത്തത്,
ഇതിലാണ് ബഷീറിൻ്റെ കലാപാടവം ഞാൻ തെളിഞ്ഞു കാണുന്നത് എന്ന് പി കേശവദേവ് അഭിപ്രായപ്പെട്ടത് ഏത് നോവലിനെക്കുറിച്ചാണ്? ഉത്തരം ജീവിത നിഴൽപ്പാടുകൾ. ജീവിത നിഴൽപ്പാടുകൾ എന്ന നോവലിനെക്കുറിച്ചാണ്. അടുത്തത് 40ാമത്തെ ചോദ്യം. ബഷീറിന് ആദ്യമായി ജയിൽവാസം ലഭിച്ച സ്വാതന്ത്ര്യ സമരം ഏത്? ഉത്തരം ഉപ്പു സത്യാഗ്രഹം. 1930 കോഴിക്കോട് ജില്ലയിൽ നടന്ന ഉപ്പു സത്യാഗ്രഹം. അടുത്തത് മൂക്ക് കേന്ദ്ര കഥാപാത്രമായ ബഷീർ കൃതി ഏത്? ഉത്തരം വിശ്വവിഖ്യാതമായ മൂക്ക്. നെക്സ്റ്റ്, 1993 വള്ളത്തോൾ അവാർഡ് ബഷീറുമായി പങ്കിട്ടെടുത്ത സാഹിത്യകാരി ആര്? ഉത്തരം ബാലാമണി അമ്മ. അടുത്തത് ബഷീറിന് ഇന്ത്യ ഗവൺമെൻറ് പത്മശ്രീ പുരസ്കാരം നൽകിയ വർഷം? ഉത്തരം 1982. 1982 ബഷീറിന് പത്മശ്രീ പുരസ്കാരം ലഭിച്ചത്. അടുത്തത് ഭാർഗവി നിലയം എന്ന സിനിമ പുറത്തിറങ്ങിയ വർഷം? ഉത്തരം 1964. 1964 ഭാർഗവി നിലയം എന്ന സിനിമ പുറത്തിറങ്ങിയത്. അടുത്തത് ബഷീർ ദി മാൻ എന്ന ഡോക്യുമെൻ്ററി സംവിധാനം ചെയ്തത് ആരാണ്? ഉത്തരം എം.എ. റഹ്മാൻ. എം.എ. റഹ്മാനാണ് ബഷീർ ദി മാൻ എന്ന ഡോക്യുമെൻ്ററി സംവിധാനം ചെയ്തത്. അടുത്തത് 2017 പുറത്തിറങ്ങിയ ബഷീറിൻ്റെ പ്രേമലേഖനം എന്ന സിനിമയുടെ സംവിധായകൻ ആര്? ഉത്തരം അനീസ് അൻവർ. അനീസ് അൻവർ ആകുന്നു ബഷീറിൻ്റെ പ്രേമലേഖനം എന്ന സിനിമയുടെ സംവിധായകൻ. അടുത്ത ചോദ്യം. യാ ഇലാഹി എന്ന കൃതി പ്രസിദ്ധീകരിച്ച വർഷം? ഉത്തരം 1997. 1997 യാ ഇലാഹി എന്ന കൃതി പ്രസിദ്ധീകരിച്ചത്. നെക്സ്റ്റ്, ഗാന്ധിജിക്കൊപ്പം ബഷീർ പങ്കെടുത്ത സമരം ഏത്? ഉത്തരം കോഴിക്കോട് നടന്ന ഉപ്പു സമരം. ഉപ്പു സമരത്തിലായിരുന്നു ഗാന്ധിജിക്കൊപ്പം ബഷീർ പങ്കെടുത്തത്. നെക്സ്റ്റ്, ഭാർഗവി നിലയം എന്ന ചിത്രത്തിൽ നായക വേഷത്തിൽ ആരായിരുന്നു? ഉത്തരം നടൻ മധു. നടൻ മധു ആയിരുന്നു ഭാർഗവി നിലയം എന്ന ചിത്രത്തിൽ നായക വേഷത്തിൽ അഭിനയിച്ചത്. അടുത്തത് അവസാനത്തെ ചോദ്യം, 50ാമത്തത്. ഒരു മരം ബഷീറിൻ്റെ ജീവിതത്തിലും സാഹിത്യത്തിലും സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. ഏതാണ് ആ മരം? ഉത്തരം മാങ്കോസ്റ്റിൻ. മാങ്കോസ്റ്റിൻ എന്ന മരമാകുന്നു ബഷീറിൻ്റെ ജീവിതത്തിലും സാഹിത്യത്തിലും സ്വാധീനം ചെലുത്തിയ ആ മരം. ഓക്കെ, താങ്ക് യു.